നമ്മളാണ് നമ്മൾ ഇങ്ങോട്ട് നമ്മുടെ ജപ്പാനിലോട്ട് വന്നു. ജപ്പാൻ വന്നപ്പോ ഒരിക്കലും ഗിഫ്റ്റ് വന്ന എന്റെ ഉറൂസ്. എന്റെ ഉറൂസ് ഞാൻ കൊടുത്തതാണ്. ഉറൂസ് ഞാൻ കൊടുത്തായിരുന്നു. എന്നിട്ട് ഞാൻ ഉറൂസിനെ മിസ് ചെയ്യാറുണ്ട്. ഞാൻ അവനെയും കൂട്ടി ഞാൻ വണ്ടി പോവാറുള്ള. അവനാണെങ്കിൽ എന്റെ മുഖം കാണുമ്പോഴേ ഇങ്ങനെ അറിയാം ഉണ്ടെന്ന് അവനറിയാം. അതുകൊണ്ട് എനിക്കൊരു ഉറൂസ് തന്നെ അവൻ മേടിച്ചു തന്നു. അത്രയൊക്കെ പാസം ഞാൻ വിചാരിച്ചിട്ടൊക്കെ നല്ലൊരു ഫ്രണ്ടിനാണ് കിട്ടിയത്. ഭാഗ്യം കിട്ടിയത് ഭാഗ്യം. ഉറൂസ് ഉണ്ട്, അതിന് മേടിക്കാൻ ഉറൂസിന് എനിക്ക് കിട്ടാത്തോലുമില്ല. അത് കൊടുത്ത അതിന് വിലയാണ്. കാട്ടി വലിയ 2000 വില കുറവാ. അവിടെ കൂടിയത് പറഞ്ഞാൽ കുറച്ച് തരാൻ പട്ടിയൊക്കെ പിന്നെ അവര് പറയുന്നു. അതുകൊണ്ടാണ് ഉറൂസ് കിട്ടാതെ കുറച്ച് വരെ ഒരു 5000. അതൊക്കെ കുറച്ച് 5000 ഇല്ല, എനിക്കൊരു 80,000. അതൊന്നും പറ്റില്ല. 5000 തന്നെ 80 ഒന്നും പറ്റില്ല. 5000 തന്നെ വേണം. ഇവിടെ ഉണ്ട്. അവനെയും കൂടെ കേട്ടിട്ടെ എടാ ഒന്ന് വണ്ടി കയറും. എടാ നീ എന്തിനാടാ എന്റെ മുന്നിൽ കയറിക്കും കേറായില്ലടാ. എനിക്ക് വണ്ടി കയറിയോ. അപ്പം കേറ്റാതെ പിന്നെ എന്ത് ചെയ്യണം? നീയാണ് വണ്ടി മേലിൽ വന്നിട്ടോ. ഞാൻ ജീവിതത്തില് പൈത്തും എന്റെ കൂടിയ വിലയായാലും ഒരു 5000 തന്നെ വേണം. കൂടിയതായാലും 5000 പിന്നെ കൊടുത്ത് പിന്നെയാണ് ഈ കാർ മേടിച്ചത്. അവിടെ സിൽവർ കളർ പോയി. സിൽവർ നല്ലപോലെ കൊള്ളാം. സിൽവർ നല്ല കൊള്ളാം. പച്ചടിക്കാന്ന് വിചാരിച്ച പിന്നെ എന്താ പിന്നെ സിൽവർ അടിക്കാന്ന് വിചാരിച്ചു. ഒറിജിനൽ സിൽവറാ. ഒരെണ്ണം ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനൽ സിൽവർ ആണെങ്കിൽ എന്റെ ഒരു 11,000 അത് കൊടുത്തിട്ടാണെങ്കിൽ ഞാൻ ഇത് സിൽവർ ആക്കുക. കൊള്ളാം എന്തായാലും. കാരണം നേരെയില്ലേ ഇത് നേരെ മുന്നോട്ട് കിട്ടി. എന്താടാ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് പോവാ. അന്നല്ലേടാ അന്ന് വീട്ടിലോട്ട് വിടും. നീ എന്തിനാ ലെഫ്റ്റിലോ കിട്ടുന്നത്? സർപ്രൈസ് ഉണ്ടല്ല അതേ വീടോളൊക്കെയാ. ഞാൻ കേറുന്നില്ല. എന്താടാ നീ എടുത്തു? ഇല്ലടാ ഞാൻ എടുക്കുന്നില്ലേ. എന്താ എടാ ഒരാളെ എനിക്ക് ഗിഫ്റ്റ് ഒന്ന് ചെയ്ത് തരണ്ട. എടാ ശരിക്കും ഞാൻ ദുബായിലുള്ളയാളാ. നീ എന്നെ മിസ് ചെയ്ത. നിന്നെ എത്ര പ്രാവശ്യം ഗോള് വിളിച്ചു. അന്നേരം നീ ഒരു ഗോള് പോലും എടുത്തില്ലല്ലോടാ. എന്നെ കൊറേ പ്രാവശ്യം വിളിച്ചു. അവിടെ എന്റെ സൗണ്ട് മച്ചാ. അതൊക്കെ മച്ചാ നിന്നെ ഞാൻ ദുബായ് വെച്ച് ഞാൻ കൊറേ പ്രാവശ്യം വിളിച്ചു. അന്നേരം മിസ്സിങ് കോൾ എല്ലാ ദിവസവും വിളിക്കും. പിന്നെ വിചാരിച്ചൊരു ഗിഫ്റ്റ് തരിക. എന്റെ നാട് വരെ എവിടെയാന്ന് പോകും. നിന്റെ നാട്ടിൽ നോക്കി അവിടെ പോയി ഒരു വേഗം ഉണ്ടായിരുന്നു. അതായിരുന്നു നിന്റെ നാട്ടിൽ വരെ നോക്കി. പിന്നെ ഗിഫ്റ്റ് കൊടുക്കാം നാട്ടിൽ വരെ നോക്കി. പിന്നെ ഖത്തറിലോട്ട് പോയി. ഖത്തറിലും കണ്ടില്ല. പിന്നെ എന്റെ അതേപോലെ ദുബായിലും പോയി. ലാസ്റ്റ് വിചാരിച്ച് ജപ്പാനിൽ കൂടെ പോയി നോക്കാം. ഖത്തറി ഇന്ന് വന്നു. പിന്നെ ഇന്നലെ ഖത്തറി വന്നായിരുന്നു. ഖത്തറിന്റെ കണ്ടോലും ഇല്ല. നീ ഖത്തറിലല്ലേ നിന്റെ പൈസ ഉണ്ടാക്കുക. അവിടെ ഞാൻ സ്ഥലം വരും ഇരിക്കുവായിരുന്നു ഖത്തറിലാണെങ്കിൽ. എന്നാണ് ഞാൻ പിന്നെ ലാസ്റ്റ് നീ എന്താടാ നമ്മുടെ മിസ്സിംഗ് കോള്
ഞാനപ്പോ ഇച്ചിരി തിരക്കിലായിരുന്നു, അതുകൊണ്ടാ. നീ എടുത്തോ. നീ എടുത്തോളാം, എന്നെ വിളിച്ചിട്ടുണ്ട്. അത് കുഴപ്പമില്ല, നീ എടുത്തേ. എടാ ഈ കിടന്ന് സ്റ്റോപ്പ് ചെയ്യാൻ കേറുവാ. താളകം പിടിച്ചിരിക്കുകയാണ്. കേറണം. ഇല്ലടാ ഒന്ന് കേറിയാ മതി. ഓടിക്കൊണ്ടിരിക്കും. ഞാനാ ഓടിക്കാം. നീ ഓടിച്ചു. ഇല്ലടോ കുഴപ്പമില്ല. തട്ടേടാ നീ. ഇല്ലടാ ഇങ്ങോടെ ഓട്ടല്ലേ ഓടിച്ചു. ഈ സബ്സ്ക്രൈബ് ഇല്ലടാ. സബ്സ്ക്രൈബ് എല്ലാവരും അടി കിട്ടും. ഞാൻ പിന്നെ ഇത് ഒറ്റ തടി പോലും കേട്ടു. എടാ വേണ്ടടാ വേണ്ടടാ. പറ്റൂല, നീ കേറും. ഓടിച്ചേനെ ഇത് പറ്റൂല. സോഫ്റ്റ് ചങ്കില്ലേ നമ്മുടെ ഉടുപ്പം ചെയ്യുമ്പോ നമ്മുടെ ജാക്കറ്റ് ചെയ്യുന്ന നമ്മുടെ നമുക്ക് രണ്ടുപേരും ഇരട്ടാത്തോളം പോകാം. അത് ഈ എന്റെ ആ മറ്റേ വീട് വരെ ഓടിച്ചു. പറ്റില്ല, ഓടിക്കണം. അവിടം വരെ ഓടിച്ചത് പറ്റുമോ? ഞാൻ നിന്റെ തിരിച്ചു വിളിച്ചേ എന്നാടാ. വിളിച്ചായിരുന്നു നീ വിളിച്ചാണ്. എന്റെ ആണെങ്കിൽ കട്ടായി കിടക്കുവായിരുന്നു. ഞാൻ വിചാരിച്ച് ഈ പിന്നെ വിളിച്ച അതേപോലെ തന്നെ കട്ടാക്കുമായിരുന്നു. ഇവിടെ മഴ വന്നു. ഇവിടെ എന്താ ഓടിക്കും? സ്റ്റേറിന് വെട്ടി പോവാ. എന്റെ സ്റ്റേറിനാണെങ്കിൽ ഒന്ന് റെഡിയാക്കി. സ്റ്റേറിന് കംപ്ലൈന്റ് ഒന്ന് റെഡിയാക്കണം. നമുക്ക് ഒരു ഷോപ്പിലോട്ട് പോവാം. അതൊക്കെ പറഞ്ഞില്ല. നീ ഇവിടെ റൈറ്റ് എടുക്കും. റൈറ്റ് എടുക്കാം. ചവിട്ട് നിർത്തിക്കോ. ഇല്ല സ്ട്രൈറ്റ് പോകട്ടാ. വളർന്നൊക്കെ നീ നേരെ വെക്കും. ഇവിടെ അക്കണ്ട ദൈവമുണ്ട്. ആ വെള്ളം അതാണ് തോന്നുന്നത്. വെള്ളം തോന്നുന്നത് പൊട്ടിപ്പോയി. പൊട്ടിപ്പോയി. അത് വെക്കാൻ പറ്റൂല. കാണിച്ചു തരും. അത് പൊട്ടിപ്പോയി. അല്ല മേലോട്ട് മേലോട്ട് സർവീസ് കാണിക്കേണ്ടത് നമ്മൾ തന്നെ കേട്ടിപ്പോ. ഈ സൈഡ് തട്ടൂന്ന് തട്ടിയിൽ കൊടുക്കും. അയ്യടാ അങ്ങനെ നീ അറിയിക്കും. എടുത്തു മതി.
സ്റ്റിയറിനൊന്ന് മാറ്റിക്കട്ടെ. ചേട്ടൻ്റെ സ്റ്റിയറിങ് മാറ്റിക്കാൻ റെഡി അവിടെ അവിടെ മോനെ റെഡിയാക്കി ഇനി പോയിക്കാം. ഇനി വണ്ടി കുഴപ്പമില്ല. പറ്റൂല. ഈ രണ്ടിനെയും തിരിച്ചു വെക്കണം. അവിടെ തന്നെ ഈ രണ്ടിനെയും തിരിച്ചു വെക്കണം. ഈ രണ്ടിനെയും വണ്ടി ഓടി എന്തോളോ എടാ നീ വണ്ടി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലല്ലോ. അതിനല്ലേ അത് നോക്കണ കുഴപ്പമില്ലടാ. ഞാൻ ഇവിടെ തട്ടിയാലും തട്ടിയാലും ഏത് കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ ഞാൻ ജപ്പാനീന്റെ മുന്നേ വന്നിട്ട് പണ്ട് അപ്പനിക്ക് അറിയാം. അതുകൊണ്ട് എനിക്ക് അറിയാമോ വരി പണ്ട് ഞാൻ വന്നിട്ടുണ്ട്. അതിന്റെ കൂടെ അതൊരു ഞാനൊരു ഫോർച്യൂണറിലാണ് വന്നത്. ടാക്സിക്കാരനാണ്. അയാൾ വന്ന് ചേട്ടാ ചേട്ടന് കൊടുക്കും. ചേട്ടൻ ആ ചേട്ടൻ എനിക്ക് വഴിയെല്ലാം പറഞ്ഞിട്ട് അപ്പൊ എനിക്ക് ഓർമ്മയുണ്ടോടാ. ഓ അങ്ങനെയൊക്കെ ഓർമ്മയുണ്ടോ എനിക്ക്. ഇത് കഴിഞ്ഞാൽ ഇതാണ് നിന്റെ ഇതാണോ ഉറപ്പിച്ച ഉറപ്പിച്ചു. സത്യമാണ് കാര്യം. എനിക്ക് അറിയാവുന്ന ചോദിച്ചേ ഇതാണ് കുട്ടിന്റെ എന്റെ വീട്. ഇത് പണ്ടത്തെ ഒരു വീടുണ്ട്. അതൊരു പണ്ടത്തെ ഈ ഫോണിന്റെ അടുത്ത് കൊടുത്തേ അമ്മയുടെ അടുത്ത് കൊടുത്തേ സൊമനാണ് 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 സോമൻ സോമനാണ് എന്റെ പേര്. അതാണ് നിന്റെ വീട്. എന്തിനാണോ കുഴപ്പമില്ല. വണ്ടി വിടല്ലേ. അപ്പൊ നീറ്റട് വണ്ടികൾ എടുത്തേക്ക് ആണ് ശരി. ഈ ഹെഡ്ലൈറ്റ് ഉണ്ടോ? ആളെ ഹെഡ്ലൈറ്റ് ഒക്കെ ഉണ്ട്. ഹെഡ്ലൈറ്റ് കൊടുക്കും. പിന്നെ വേറെ കുറെ വണ്ടികളുണ്ട്. അത് ഈ ഹെഡ്ലൈറ്റ് കുറച്ച് തോന്നുന്നില്ല. ആണല്ലേ? ഇതിലെല്ലാം പാർക്ക് ചെയ്യോടാ? ആണോ? ആടാ എന്തോടോ അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പൊട്ടാൻ കഴിക്കാറില്ല. പിന്നെ ഒരു ഇടി തന്നെ ഉണ്ടല്ലോ. എത്ര ഞാൻ വണ്ടി തരുമ്പോ തരും. ഒരു അഴിക്കാരൻ ചാണകം മാറ്റിട്ടു.
അതൊന്നും കുഴപ്പമില്ല. ആ അമ്മാവൻ ഞാൻ തോറ്റു. അമ്മാമ്മന്റെ അടുത്ത് ഞാൻ ഇന്നലെ ഇപ്പൊ ഞാൻ ചാണകം കഴിഞ്ഞ് കോഴി അമ്മാവന് പറ്റൂല. പിന്നെ അമ്മാവനാണെങ്കിൽ ആ ബെഡി കിടന്നൊരു ഡാൻസ് ഉണ്ട്. അപ്പൊ അത് കളിച്ചോണ്ടിരിക്കുക. എന്റെ അമ്മാവൻ കൊള്ളാം. എന്റെ അമ്മാവൻ അതൊന്നും പറയട്ടെ. ഇത് പുള്ളിക്കാണിച്ച് നേരത്തെ എനിക്ക് കൈ വഴിയാണല്ലോ, അതൊന്നും ഞാൻ ഓടിക്കട്ടോ. ഈ വിട്ടുന്ന ഞാൻ ഓടിക്കുന്നില്ല. ഇല്ലടാ, നീ പോയിട്ട് വാ. ഇല്ല എന്താടാ സ്ഥലം വരെ കൊണ്ടോ. എന്റെ R5 ഹെൽമെറ്റാണ്. ആടാ, ഇതെന്റെ R5 ഹെൽമെറ്റാണ്. എങ്ങനെയുണ്ട്? കൊള്ളാം. അത് കൊള്ളാം. നമുക്കന്നെ പോയിട്ട് വരാൻ പറ്റും. എന്റെ ഇതേപോലത്തെ കുറെ ഹെൽമെറ്റ് ഉണ്ട്. ബൈക്കിനാവുന്നുണ്ടോ കൊച്ചു റണ്ണും ഒക്കെ. പറത്തിടാം. പുറത്തിടാം. ഓക്കെ, സ്ഥലം പറഞ്ഞില്ല. അങ്ങോട്ടാണ് പോകുന്നത്. പക്ഷെ വേറെ എവിടെ അവന് വേണ്ടിട്ട് ശ്രമിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കുട്ടികൂടെ എൻ്റെ ഒരു വീട്ടിൽ വെച്ചിട്ടുണ്ട്. ഹെൽമെറ്റ് വെച്ചാൽ പോലീസ് അതുകൊണ്ടാണ് സ്പീഡിൽ പോയാൽ വരയ്ക്കുന്നുണ്ട്. അവർക്ക് ഹെൽമെറ്റ് ആണ് ഏറ്റവും നമ്മൾ വെക്കേണ്ടത്. സ്പീഡിൽ പോയ വരയ്ക്കില്ല. എന്റെ ഈ വീട്ടിൽ ഒരു ഗിഫ്റ്റ് വെച്ചു. അവൻ വരുമെന്ന് എനിക്ക് നേരത്തെ ഇല്ല. മുന്നേ ഞാൻ അവന്റെ പ്രാങ്ക് ചെയ്തത്. ഞാൻ കോളാണെങ്കിൽ വിളിച്ചില്ല, അവനെ പ്രാങ്ക് ചെയ്തത്. അവന്റെ കൂടെ വരുമെന്ന് എനിക്ക് അറിയായിരുന്നു. എടി മീലു, മീലു അതെന്നാ ഇഷ്ടം ചേട്ടാ കൊണ്ടു. ഞാനും കൂടെ പോയിരുന്നു. ഏറി ഞാൻ ഇവിടെ ഒറ്റക്കാകും. ഡ്രസ്സെല്ലാം എടുത്തോളൂ. ഓക്കെ, എല്ലാം എടുത്തു. ചേട്ടൻ എവിടെ നിന്ന് ചേട്ടാ ഇത്രയും പൈസ ഒക്കെ കിട്ടുവാടി? എനിക്ക് ഹെൽമെറ്റ് വെച്ചാ ഹെൽമെറ്റ് കൊടുത്ത് വെച്ചിട്ടുണ്ട്. ചേട്ടാ ഗിഫ്റ്റ് ഒരു ഗൾഫിലെ കൂട്ടുകാരൻ, ദുബായിലെ ഒരു കൂട്ടുകാരൻ, അവനെ വിട്ടിട്ട് കൂട്ടുകാരൻ. എന്തുവാന്ന് കണ്ടു? എന്തുവായിരിക്കും? ഒരു കാറ്. അവന് കണ്ട് നിങ്ങളെന്തേ കാർ ഓടി കൊടുത്തത്? എനിക്ക് കാറെന്ന് പറഞ്ഞ ഡ്രീമായിട്ടുള്ള സാധനം. എന്റെ കാറെന്ന് പറയുന്നത് കാറ് എന്റെ ഡ്രീമാ. നീ അറിയില്ല. ഓക്കെ, ഞാൻ വീട്ടിൽ എത്തി. ഇത്രയോ എടാ നീ വന്നു. ഈ ഗിഫ്റ്റൊന്നും പൊട്ടിച്ചേ. നല്ല രസം. ഏത് വണ്ടിയാ ഇത്? നിസാൻ GTR. നിസാൻ ഫേവറേറ്റ് വണ്ടിയാ അത്. നിസാൻ GTR ഇഷ്ടപ്പെട്ടാളാ? അവിടെ ഇഷ്ടപ്പെട്ട് നേരെ നിന്റെ കാരണം എന്തായാലും എന്റെ അനിയത്തിന്റെ വീട്ടിൽ കൊടുത്തു.
എടാ നീ എത്ര 2 ദിവസം പറഞ്ഞില്ലേ അല്ലടാ സമയം സമയമില്ല നേരെ ദുബായിലോട്ട് എനിക്ക് പോകും. എന്തിനാണ് ദുബായിലോട്ട് പോകുന്നത്? ഇവിടെ നിൽക്കാൻ പറ്റൂലടാ. പൈസ അടയ്ക്കാണ്. അതായത് കുറച്ച് ജോലിയുണ്ട് ദുബായിൽ. അങ്ങനെ ചെയ്യും. ഗൈസ് ഇന്നത്തെ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ബൈ ബൈ.